Hello foodies, welcome to AMUZRECiPES. വളരെ എളുപ്പത്തിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ basmathi റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു കപ്പ് റൈസ് എടുത്ത് കുക്ക് ചെയ്ത് ഏകദേശം 3 കപ്പോളം വന്നിട്ടുണ്ട്. ഒരു 85-90% കുക്കായാൽ മതി. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ഇത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് നിരത്തിയിടുവാണ്. ഇനി വേണ്ടത് ഈ ബോൺലെസ് ചിക്കൻ പീസസ് ആണ്. ഇത് ഞാൻ 1 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഈ വെജിറ്റബിൾസ് ഒക്കെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ച് റെഡിയാക്കി വെക്കാം. ഇനി ആവശ്യമുള്ളത് മുട്ടയാണ്. ഇത് 2 എണ്ണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മളിപ്പം ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1 നുള്ളു കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് ചിക്കിയെടുക്കാം. മുട്ട റെഡിയായി കഴിഞ്ഞു. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഒരു 6 അല്ലിയുണ്ട്. ഇത് ഒന്ന് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ സ്ട്രിപ്സ് ഇട്ട് വെള്ളം നിറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നുള്ള് ഉപ്പും 1 നുള്ളു കുരുമുളക് പൊടിയും ഇട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കും നല്ല ഇളം ബ്രൗൺ നിറായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് ഈ സോസും ചിക്കനും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലേശം ഫ്ലെയിം കുറക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നേരം ഈ സോസും ചിക്കനും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും ക്യാപ്സിക്കം നീളത്തിൽ അരിയണം. ക്യാപ്സിക്കം ഞാനിവിടെ പച്ചയും മഞ്ഞയാണ് എടുത്തത്. ഇനി ഏത് കളറാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അത് പച്ച മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ ബീൻസും ഇതും ഇട്ട് ഈ ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചിക്കനിലേക്ക് വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ക്യാബേജും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ശ്രദ്ധിച്ച് ഈ റൈസും ചിക്കനും വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസ് ഞാൻ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചത്. എന്നാലും ഇതിലേക്ക് 1 നുള്ളു ഉപ്പും, ടേസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ടിട്ടാൽ മതി. ഞാനിപ്പോൾ 1 നുള്ളു ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും
1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റോളം നേരം ഇതൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കി വെച്ച മുട്ടയും നമ്മുടെ ബാക്കിയുള്ള സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമ്മൾ കണ്ടു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.